നമ്മുടെ അനീഷേട്ടനെ ഒരു പഞ്ചാര കുഞ്ചമായിട്ടുണ്ട് കേട്ടോ. അനീഷേട്ടൻ്റെ ഒരു ക്യാരക്ടർക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ ഗേൾസൊക്കെ ഇന്ന് ആകെപ്പാടെ സാരിയൊക്കെ എടുത്ത് അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അനീഷേട്ടൻ ഇങ്ങനെ ഭയങ്കര ഒരു നാണത്തോടൊക്കെ പറയുകയാണ്, ഇപ്പം ഞാൻ ആരെയും നോക്കുമെന്നാണ് എൻ്റെ ഡൗട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നൂറ ചോദിക്കുന്നുണ്ട്, എന്താ ചേട്ടൻ്റെ കണ്ണൊക്കെ തള്ളിയിരിക്കുന്നതെന്ന്. നമ്മുടെ ഷാനവാസിക്ക അപ്പോൾ കളിയാക്കുന്നുണ്ട്, ഇവന് ഈയിടെയായിട്ട് കുറച്ച് അട്രാക്ഷൻ കൂടുന്നുണ്ട്. നമ്മുടെ അനുമോളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് കളിയാക്കുന്നത്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ചെറു പ്രായമല്ലേ ചേട്ടാ, അതങ്ങ് വിട്ടേക്കെന്നുള്ള രീതിയിൽ അനുമോളും ഒരു ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അനീഷേട്ടൻ പറയാണ്, ഒരു ലേഡിയെ മാത്രം ഇട്ടാൽ മതിയായിരുന്നു. ഇപ്പോൾ 3 പേരുടായപ്പോൾ എനിക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ ആയിപ്പോയല്ലോ ആരെ നോക്കുമെന്ന്. അപ്പം നമ്മുടെ അതിൽ പറയണേ, ഷാനവാസിക്ക ശരിക്കും അനീഷേട്ടന് ഈ അനുമോളെ ഇടണം എന്നാണ്. അനുമോൾ ഇട്ടാലേ അനീഷേട്ടന് ശരിക്കും വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഷാനവാസിക്ക നന്നായിട്ട് കളിയാക്കുന്നുണ്ട്. നിങ്ങളൊരു 15 ദിവസം കൂടെ അല്ലേ ഉള്ളൂ, അങ്ങോട്ട് ക്ഷമിക്കുക മനുഷ്യ. മനസ്സിൽ പ്രണയം തോന്നിയപ്പോൾ നീ അങ്ങ് ആകെപ്പാടെ ചെറുപ്പക്കാരനായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസിക്ക കളിയാക്കുന്നു. എല്ലാവരും കൂടെ അവിടെ നിന്ന് അനീഷേട്ടൻ്റെ വട്ടത്തിൽ ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കുകയാണ്. അനുമോളുടെ ഫേസ് ഇങ്ങനെ ചിരിച്ചു ചിരിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ പോകുന്നുണ്ട്. എന്തായാലും അവർ തമ്മിൽ അങ്ങനെ സ്നേഹമോ പ്രേമോ ഒന്നും ഇല്ല. പക്ഷെ ഒരു കോംബോ പിടിക്കാനുള്ള രീതിയിലൊക്കെ ചുമ്മാ ഇങ്ങനെ കളിയാക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അനീഷേട്ടൻ അവിടെ ഷാനവാസിക്കയെ എറിയുന്നു. ഈ ചെറിയ കുഞ്ഞു പയ്യന്മാരൊക്കെ 16 തികയാത്ത പയ്യന്മാരൊക്കെ ഒരു പ്രേമം കാണിക്കത്തില്ലേ, അതേപോലെ നാണം വന്നിട്ട് ഷാനവാസിക്ക് ബോളൊക്കെ എടുത്ത് എറിയാൻ തുടങ്ങുന്നു. എന്താ പക്ക നമ്മുടെ അനീഷേൻ്റെ ക്യാരക്ടറൊക്കെ മാറി ചേഞ്ചായി. ഇനി ശരിക്കും അങ്ങാണം പ്രേമം മൊട്ടിട്ടിട്ടാണോ? കണ്ണ് കാണുമ്പം ഒരു ചെറിയൊരിതൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഷാനവാസിക്ക ഇങ്ങനെ അനീഷേൻ്റെ ഏറ് കൊള്ളാതെ മാറിപ്പോകുന്ന സീനൊക്കെ കാണുന്നുണ്ട്. അവർ തമ്മിലുള്ള കോംബോയും അടിപൊളിയാണ്. അപ്പോൾ ഇനി ആകെ 15 ദിവസം കൂടെ ഉള്ളൂ. നമ്മുടെ ബിഗ് ബോസ് ടീം വരെ ഈ ഒരു കോംബോ അടിപൊളിയായിട്ട് അങ്ങ് സ്ട്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് മിസ്സായൊരു കോംബോ ആയിരുന്നു ശരിക്കും അനുമോളുടെ അനീഷേൻ്റെയും. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. അനീഷേട്ടൻ ഇനി അങ്ങനെ മനസ്സിൽ വല്ല പ്രേമത്തിൻ്റെ മുട്ടിട്ടോ. എന്തായാലും അനുമോൾക്ക് അത് സീരിയസ് ആവാനുള്ള ചാൻസസ് ഒക്കെ വളരെ കുറവാണ്. തമാശയ്ക്കായിരിക്കും, തമാശയാണ്, അല്ലാണ്ട് എന്താ.